ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല, സോറി. അപ്പോൾ ഇന്നത്തെ കാര്യം പറയാം. ഇന്ന് ഞാൻ ലീവായിരുന്നു, രാവിലെ ഉണർന്നു, കിച്ചണിലേക്ക് ചെന്നപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കാണുന്നില്ല. വെജിറ്റബിൾസ് വാങ്ങാനുണ്ട്. നമ്മുടെ വീടിന് തൊട്ട് മുകളിൽ തന്നെ ഒരു വെജിറ്റബിൾ കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. വീട്ടിലെന്തെങ്കിലും തീർന്നാൽ അപ്പോഴേ മുകളിലേക്ക് ഓടി പോവുക, അവിടുന്ന് പച്ചക്കറി എടുത്തുകൊണ്ട് വരിക, നമ്മൾ കറി വെക്കുക. അത് ഭയങ്കര സിമ്പിളാണ്. ഇത് പോകുന്ന വഴിക്ക് കണ്ട പൂവാണ്, നല്ല ഭംഗിയുള്ളതുകൊണ്ട് എടുത്താൽ. ഇതാണ് നമ്മുടെ മുകളിലത്തെ പച്ചക്കറി കട. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്കുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും. നല്ലതാണോ ചീത്തയാണോന്നും അറിയില്ല, പക്ഷെ നമ്മൾ വാങ്ങും. എല്ലാം നല്ലതാണെന്നുള്ളൊരു വിശ്വാസമാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തൊക്കെ ഭാവനകളാണല്ലേ, എന്തൊക്കെ ഫിലോസഫിയാണ് പറഞ്ഞു വരുന്നത്. പാതിരാത്രിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഫിലോസഫികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പോട്ടെ, പച്ചക്കറി കട കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി, കിച്ചണിൽ വന്നു. കിച്ചണിൽ നോക്കിയപ്പോൾ രാവിലത്തെ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കണ്ട് ഈ ഷാഡോ കണ്ടാൽ പിന്നെ എനിക്ക് പണ്ടത്തെ എൻ്റെ ഈ ഒരു സ്വഭാവം തനിയെ പുറത്തു വരും. മാന്, മയിൽ, പട്ടി, പൂച്ച മുതലായ രൂപങ്ങളൊക്കെ ഇങ്ങനെ ഷാഡോയിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആരെങ്കിലും കളിക്കാറുണ്ടോ ഇപ്പോഴും? അത് രസമാണല്ലേ, അതൊക്കെ ഒരു കാലം. ഓക്കെ. ഇങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ അമിച്ചുവിൻ്റെ സ്കൂളിൽ പോകുന്നുണ്ട്. അമിച്ചുവിന് PTA ആണ്. PTA പ്ലസ് SLC സ്റ്റുഡൻറ്റ്സ് ലീഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം അവരുടെ സ്കൂളിലുണ്ട്. നല്ലതാണ്. അവരുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ട് ഉള്ള പ്രസൻറ്റേഷൻസാണ്. ഞാനൊക്കെ ഈ പ്രായത്തിൽ ഒരു 10 പേരെ ഒരുമിച്ച് കണ്ടാൽ ബോധം കെട്ട് വീഴുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര പെർഫോമേഴ്സ് ആവുകയാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും ഇങ്ങനെ വളർന്നു വരട്ടെ, ആൾക്കാരെ കണ്ടാൽ പേടിയില്ലാത്ത, സ്റ്റേജ് ഫൈറ്റ് ഇല്ലാത്ത കുട്ടികളായിട്ട് എല്ലാവരും വളരട്ടെ. അങ്ങനെ വേണമല്ലോ. ഓക്കെ. അതൊക്കെ കണ്ട് സന്തോഷിച്ച് സമാധാനമായി. ഓക്കെ, ഇവിടെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നന്നായി വരും എന്നൊരു പ്രതീക്ഷയിൽ എല്ലാ അമ്മമാരെയും പോലെ ഞാനും തിരിച്ചു വന്നു. അവളെയും കൊണ്ടാണ് വന്നത് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആമിച്ചുവിനൊരു വിഷൻ ടെസ്റ്റ് ചെയ്യണം. കാരണം കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ നോട്ട്സ് നോക്കുമ്പം ഒരു എഴുതിയിരിക്കുന്നതൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നീ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ വിഷൻ്റെ പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം വിഷൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോക്കിയേക്കാമെന്ന് എഴുതി. ഇപ്പം കൊച്ചു കുട്ടികളല്ലേ, നമുക്ക് അറിയാൻ പറ്റില്ല അവർക്ക് കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ ബുക്കുകളിൽ തെറ്റുകൾ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് അവൾക്ക് പ്രശ്നമൊന്നുമില്ല, കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. അപ്പോൾ അവൾ ശ്രദ്ധിച്ചെഴുതാത്തതിൻ്റെ മാത്രം പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കിച്ചണിലേക്കുള്ള അലുക്കുലത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ ചാല മാർക്കറ്റിൽ ഇബ്രാഹിം കോ എന്ന് പറയുന്നൊരു കടയുണ്ട്. നമ്മളുടെ അലുക്കുലത്തെ സാധനങ്ങളെല്ലാം. അതിന് മുന്നായിട്ട് പറയാൻ മറന്നുപോയി. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയി. ഞങ്ങൾക്ക് വിശന്ന് പണ്ടാരമാണെങ്കിൽ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കടയുണ്ട്, ആസാദ് ഹോട്ടൽ. അപ്പം ആസാദ് ഹോട്ടലിൽ പോയി നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ചാല മാർക്കറ്റിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തി. ചാല മാർക്കറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ വില കുറഞ്ഞ് കിട്ടും, എല്ലാം കിട്ടുകയും ചെയ്യും. വില കുറവിൻ്റെ മാത്രമല്ല, നമുക്ക് മിക്സിയുടെ സാധനങ്ങൾ, ചെറിയ സ്ക്രൂകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയേണ്ടി വരില്ല. ഇവിടെ വന്നാൽ അതിൻ്റെ പാർട്സ് എല്ലാം പ്രത്യേകം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ ജയലക്ഷ്മി പോയി. ഓണമല്ലേ, 1-2 ഡ്രസ്സ് എടുക്കാമെന്ന് എഴുതി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം രാത്രിയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. അല്ല, ഞാൻ നാളെയും വീഡിയോ ഇടും. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ.